ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി തൃണമൂൽ കോൺഗ്രസ്. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡും NRCയും നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ബൽറാം, മറ്റെന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ? ബൽറാം. ഉന്മേഷ്, തൃണമൂൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ദീദിർ ഷബദ്, അതായത് ദീദിയുടെ ഉറപ്പുകൾ, ഗ്യാരണ്ടികൾ എന്ന പേരിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാഗ്ദാനം എന്നുള്ളത് CAA റദ്ദാക്കും എന്നുള്ളത് തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ ദേശീയ പൗരത്വ പട്ടിക നടപ്പാക്കാൻ അനുവദിക്കില്ല. ഒപ്പം തന്നെ ദേശീയ തലത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം ഈ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നു. എല്ലാവർക്കും തൊഴിൽ, സാർവത്രിക ഭവന പദ്ധതി എന്നിവയാണ് വാഗ്ദാനങ്ങൾ. സൗജന്യ LPG സിലിണ്ടറുകൾ BPL കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പ്രതിവർഷം 10 സിലിണ്ടറുകൾ സൗജന്യമായി നൽകും എന്ന വാഗ്ദാനമുണ്ട്. കാർഷിക വിളകൾക്ക് MSP നൽകും എന്ന ഉറപ്പ് പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നു. SC ST OBC വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് തൃണമൂലിന്റെ പ്രകടന പത്രിക. ഒപ്പം തന്നെ ബംഗാളിൽ നടപ്പാക്കിയ വിജയം കണ്ട പദ്ധതികളായ കന്യാശ്രീ പദ്ധതി, ലക്ഷ്മി ഭണ്ഡാർ പദ്ധതി എന്നിവ ദേശീയ തലത്തിൽ തന്നെ നടപ്പാക്കും എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മറ്റൊരു ഉറപ്പ്. പെൺകുട്ടികൾക്ക് പ്രതിവർഷം 1000 രൂപ വീതവും അല്ലെങ്കിൽ ഒറ്റത്തവണയായി 25,000 രൂപയും പഠന സഹായമായി നൽകുന്നതാണ് ഈ കന്യാശ്രീ പദ്ധതി എന്നുള്ളത്. തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൊഴിൽ കാർഡ് ഉടമകൾക്ക് 400 രൂപ ദിവസവേതനത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകും എന്ന ഈ പ്രകടന പത്രിക ഉറപ്പ് നൽകുന്നു. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ വീടുകളിൽ എത്തിച്ചു നൽകുമെന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില സ്ഥിരതാ ഫണ്ട് രൂപീകരിക്കുമെന്നതടക്കമുള്ള 10 വാഗ്ദാനങ്ങളാണ് പ്രധാനമന്ത്രി തൃണമൂലിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്.